ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് വേണം. കുറേ നാളായുള്ള ഒരു ആഗ്രഹമാണ്, അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ്. പക്ഷേ കുറേയേറെ മോഡലുകളുണ്ട്. ഇതിൽ ഏത് മോഡലാണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഷോറൂമിൽ പോയി തന്നെ ഒന്ന് നോക്കാം. നമ്മുടെ മുമ്പിൽ ആദ്യം ഓപ്ഷൻ ആയിട്ടുള്ളത് 350cc സെഗ്മെൻറ്റിലുള്ള ബൈക്കുകളാണ്. ഹണ്ടർ ഉണ്ട്, ക്ലാസിക് ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മീറ്റിയോർ ഉണ്ട്. പക്ഷേ ഇത്ര പവർ പോരാ, നമുക്ക് കുറച്ചുകൂടി പവർ വേണം. പിന്നുള്ള ഓപ്ഷൻ നമ്മളുടെ സ്ക്രാം 411 ആണ്, പഴയ ഹിമാലയയിൽ നിന്ന് വന്നത്. പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ കുറച്ചുകൂടി പവർ ആകാം നമുക്ക്. ഇതല്ല നമുക്ക് വേണ്ടത്, നമ്മൾ ഇത്ര അഡ്വഞ്ചറസ് അല്ല. പവർ കുറഞ്ഞെന്ന് പറഞ്ഞ് പവർ കൂടിയതിലേക്ക് വന്നിരിക്കുന്നത് 650s, ദ ബിഗ് ബോയ്സ്. പക്ഷേ ഇത്ര പവർ നമുക്ക് വേണ്ട ആവശ്യമില്ല. ഇതിൽ അനേകം ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ സൂപ്പർ മീറ്റിയോർ ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ഗൺ ഉണ്ട്, ഇൻ്റർസെപ്റ്റർ ഉണ്ട്, കോണ്ടിനെൻ്റൽ GT ഉണ്ട്, പുതിയ ഹിമാലയൻ വരുന്നു എന്നും പറയുന്നുണ്ട്. അവസാനത്തെ ഓപ്ഷനുകളൊന്നാണ് ഹിമാലയൻ. നല്ല എഞ്ചിൻ, നല്ല പവർ, പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റോയൽ എൻഫീൽഡ്. പക്ഷേ അത്ര അഡ്വഞ്ചറസ് അല്ലല്ലോ നമ്മൾ. എന്ത് ചെയ്യും? ഇങ്ങനെയെല്ലാം കരുതുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ റോയൽ എൻഫീൽഡ് നിങ്ങളുടെ പ്രിഫറൻസിനായി പറ്റിയൊരു വള്ളിയാണ് കാൽ ചുറ്റാനായി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. റോയൽ എൻഫീൽഡ് ഗൊറില്ല 450. ഒരു കട്ട റോയൽ എൻഫീൽഡ് ഗൊറില്ല 450 ഓടിച്ച് നിർത്തി ഒരു ചായ കുടിച്ച് നിൽക്കുകയാണ് ഞാൻ. ലുക്കിലേക്ക് തന്നെ ആദ്യമായിട്ട് വരാം. കുറേ പേര് നോക്കുന്നുണ്ട്. അതൊരു ലുക്കാണ് ഈ വണ്ടിക്കുള്ളത്. അടിപൊളിയാണ്. അടിപൊളി വണ്ടിയാണ്. ബേസൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി വണ്ടിയാണ്. കാണാൻ അടിപൊളിയാണ്. സ്നൗ ഞാനൊരു 450 ഷേർപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഹിമാലയൻ. അത് വെച്ച് ആ എഞ്ചിൻ അടിപൊളി എഞ്ചിനാണ്. ആൻഡ് ലുക്ക് വൈസ് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ ആണ്. കട വണ്ടി അടിപൊളിയാണ്. ഇതുവരെ ഹിമാലയൻ ഇറക്കി വെച്ചിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു ഇത് റോയൽ എൻഫീൽഡ് ഇറക്കി വെച്ച ഏറ്റവും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. വണ്ടി ഫോട്ടോയിൽ കാണുന്നതാണ് എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. കാരണം വണ്ടി നേരിട്ട് കാണുന്ന സമയത്ത് തന്നെ വണ്ടി ഭയങ്കര അട്രാക്റ്റീവ് ആണ്. എടുക്കാൻ താല്പര്യപ്പെടുമോ ഇത്? ഒബ്വിയസ്ലി. കാരണം എന്താണെന്ന് വെച്ചാൽ റിഫൈൻഡ് എഞ്ചിനാണ്. പഴയ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ഒരു തറവാട് സ്വത്തായിട്ടുള്ള സംഭവമായിരുന്നു. അതിൻ്റെ വൈബ്രേഷൻസ് കാര്യങ്ങൾ, ആ വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. പവർ കാര്യങ്ങളെല്ലാം ഉഷാറാണ്. കാരണം ഈ സിംഗിൾ സിലിണ്ടറിൽ ഇത്രയും ബെറ്റർ, അതേപോലെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനും കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റിനെ നല്ല രീതിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഹീറ്റ് വൈബ്രേഷനൊക്കെ ആയിരുന്നു പണ്ട് റോയൽ എൻഫീൽഡ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ എൻ്റയറി അവർ കീറി മുറിച്ച് പഠിച്ചിട്ട് ഏറ്റവും ബെറ്ററായിട്ട് ഉണ്ടാക്കിയൊരു വണ്ടിയായിട്ടാണ് തോന്നുന്നത്. ഇനിയാണ് എൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് പറയാൻ പോകുന്നത്. ഓടിച്ചതിൽ വെച്ച് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും നിമ്പിളായ ബൈക്കാണ് റോയൽ എൻഫീൽഡ് ഗൊറില്ല 450. അതായത് നമുക്ക് ട്രാഫിക്കിലൂടെയൊക്കെ വളരെ അനായാസമായി വെട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിന് വളരെ വലിയ ടയറുകൾ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യലി പിക്കപ്പ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എനിക്കത്ര പവർ തോന്നിയില്ല. ഞാൻ എന്താണിത് ഇങ്ങനെ, കാരണം ഒരു 450cc എഞ്ചിനുള്ള ബൈക്കാണ്, എന്താണ് ഇത്ര പവർ ഇല്ലാത്തത് എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായി. സെക്കൻഡ് ഗിയറിലിട്ട് ആക്സിലേറ്റർ ചെയ്തപ്പോൾ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഫോൺ തെറിച്ചുപോയി, സ്ക്രീൻ ഗാർഡൊക്കെ പൊട്ടി, ഡിസ്പ്ലേ പൊട്ടിയെന്ന് തോന്നുന്നു. പക്ഷേ അത്ര പവറാണുള്ളത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പവറാണ് നമുക്ക് ഈ ബൈക്കിൻ്റെ എഞ്ചിനുള്ളത്. റോയൽ എൻഫീൽഡ് ഹിമാലയയിൽ നിന്നാണ് നമ്മളുടെ ഗൊറില്ല 450 ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. പലരുടെയും തെറ്റിദ്ധാരണ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ക്രാംബ്ലർ ബൈക്കാണെന്നാണ്. പഴയ സ്ക്രാം 411 വന്നിരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയയിൽ നിന്നായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല.
ഇത് വ്യക്തമായൊരു റോഡ്സ്റ്ററാണ്, അതായത് ഒരു സ്ട്രീറ്റ് ബൈക്ക് മോഡലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പല എലമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കും, നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഇതിനെ നോക്കിയ ആളുകളുടെ എണ്ണം കുറച്ചൊന്നുമല്ല. മികച്ചൊരു ലുക്കുള്ള റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകളിലൊന്നാണിത്. കാരണം ട്രഡീഷണൽ റോയൽ എൻഫീൽഡിൻ്റെ പല എലമെൻറ്റ്സും കീപ്പ് ചെയ്ത് തന്നെ പുതിയ കുറേ മോഡേൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബൈക്കാണിത്. നമുക്ക് ട്രഡീഷണൽ ആയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ആ ലൈറ്റ് തന്നെയാണ് ഇവിടെ കാണുന്നത്, പക്ഷേ എന്നാൽ പോലും അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലൈറ്റ് തന്നെ റോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ LED ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ നോക്കുകയാണെങ്കിൽ ഇവിടെ പിൻ സ്ട്രൈപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഓരോ ബൈക്കിനും ഓരോ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഗൊറില്ല 450ൻ്റെ ഓരോ മോഡൽസിനും ഓരോ ലുക്കാണ്. കളറെല്ലാം വളരെ ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സൈഡിലേക്ക് വരാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബൈക്കാണ് സൈഡ് പ്രൊഫൈൽ വെച്ച്. ഈ എഞ്ചിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിൽ ബൈക്കിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. 450cc ഉള്ള ഷെർപ്പ എഞ്ചിനാണിത്. എഞ്ചിൻ 40 Nm ടോർക്കും 40 bhp ആണ് നൽകുന്നത്. ലിക്വിഡ് കൂൾഡ് ആണ്. മാത്രമല്ല നമുക്ക് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള കുറേയേറെ സിസ്റ്റംസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണുള്ളത്. 6 സ്പീഡ് ഗിയർ ബോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടോളായിട്ടുള്ളൊരു ഗിയർ ബോക്സ് ആണ്. നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി ഈ ബൈക്ക് നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഫസ്റ്റ് ഗിയറിന് തീരെ പവർ ഇല്ല എന്ന് തോന്നുകയും സെക്കൻഡ് ഗിയറിന് വളരെ പവർ ഉണ്ട് എന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇതിനുള്ളത്. ബാക്കിലേക്ക് വരാം. ഇവിടെ ഒരു സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ സാരി ഗാർഡ് ഓരോരുത്തർക്ക് പേഴ്സൺ അനുസരിച്ച് ഇഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഗിയർ സാധാരണ ഹിമാലയയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കുറച്ച് പൊക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ആംഗിൾ തന്നെ അതുകൊണ്ട് തന്നെ മാറിയിരിക്കുന്നു. നമ്മൾ കയറിയിരിക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ഒരു അഗ്രസീവായിട്ട് റൈഡ് ചെയ്യാനുള്ളൊരു പൊസിഷനിലാണ് ഇതിൻ്റെ ഈ ഗിയർ ബോക്സൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ സീറ്റ് ഡബിൾ പാഡർ സീറ്റ്സ് ആണ്. വളരെ നല്ല കംഫി ആയിട്ടുള്ള ഒരു സീറ്റ്സാണ്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം, തൊട്ട് നോക്കുമ്പോൾ നന്നായി താഴ്ന്നു പോകുന്നുണ്ട്. പഴയ ഹിമാലയൻ്റെ സീറ്റുകൾ വളരെ അട്രാക്റ്റീവായി തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സ്റ്റൈലിൽ നിന്ന് തന്നെ ഇവിടെ ഫോളോ ചെയ്തുകൊണ്ട് ഗൊറില്ല 450ക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് നൽകിയിരിക്കുന്നത്. ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്. ഹിമാലയനിൽ പക്ഷേ അത് ഡബിൾ ആയിട്ടുള്ള മോഡലാണ് വരുന്നത്. കട്ടിംഗ് ഉണ്ട് ഇവിടെ സെൻറ്റർ ഭാഗത്ത്. പിന്നെ ഗ്രാബ് റെയിൽസ് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാതെ. അതുമാത്രമല്ല സീറ്റിൻ്റെ ഹൈറ്റ് 780 mm ആണ്. അതായത് സാധാരണ റോയൽ എൻഫീൽഡിൽ 800 mm വരെ ഹൈറ്റുള്ള സീറ്റുകളുണ്ട്. പക്ഷേ ഇത് അതിലേറെ കുറവായിട്ട് 780 mm ഉള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ അനായാസമായി കാല് നിലത്തെത്തുന്നുണ്ട്. എനിക്ക് എൻ്റെ ഹൈറ്റ് 172 cm ആണ്. എനിക്ക് വളരെ അനായാസമായി ഇതിൽ നിന്ന് കാലെത്തുന്നുണ്ട്. എന്നെക്കാളും കുറച്ചുകൂടി താഴേക്ക് ഹൈറ്റ് കുറവുള്ള ആളുകൾക്കും ഇത് അനായാസമായി കൊണ്ടു നടക്കാം. ഹൈറ്റ് കൂടുതലുള്ള ആളുകൾക്കാണ് ഈ ബൈക്ക് പ്രശ്നമാകാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ഒരു ആംഗിൾ എല്ലാം വെച്ചുകൊണ്ട് ഹൈറ്റ് കൂടുതലായ ആളുകൾക്കായിരിക്കും ഇത് പ്രശ്നമാകാൻ പോകുന്നത്. ബാക്കിലേക്ക് ടയറിലേക്ക് വരികയാണെങ്കിലും വളരെ വ്യത്യസ്തമാണ്. ബാക്കത്തെ വീല് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇന്ത്യയിലുള്ള സാധാരണ ഇന്ത്യൻ മാനുഫാക്ചറിങ് ബൈക്കുകൾക്ക് ഇല്ലാത്ത സൈസ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. 160, 60, 17 ആണ് ടയർ സൈസ് ഉള്ളത്, വീൽ സൈസ് ഉള്ളത്. അതായത് വളരെ നല്ല ഗ്രിപ്പി ആയിട്ടുള്ള വീലൊക്കെ തന്നെയാണ്. ഇതിലും ബാക്കിൽ കൊടുത്തിരിക്കുന്നൊരു കട്ട ബ്ലോക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ സ്ക്രാംബ്ലേഴ്സിനൊക്കെ വരുന്ന സ്റ്റൈലാണ്. പക്ഷേ എന്നാൽ പോലും ഇത് നമ്മുടെ റോഡിന് വളരെ നല്ല ഗ്രിപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഡിസ്ക് നല്ല മികച്ച ഡിസ്ക്കാണ് ഇതിനുള്ളത്. ABS സ്വിച്ചബിൾ അല്ല, എപ്പോഴും ഓൺ ആയിരിക്കും. ഹിമാലയൻ സ്വിച്ചബിൾ ആണ് ABS ഉള്ളതെങ്കിൽ ഇതിന് സ്വിച്ചബിൾ അല്ല. അതിൽ നിന്ന് കുറച്ചും കൂടി ഡിസ്കിന് കുറച്ച് സൈസ് ചെറിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. പക്ഷേ ബ്രേക്കിംഗ് പെർഫോമൻസ് വളരെ മോശമല്ല, മികച്ച രീതിയിലുള്ള ബ്രേക്കിംഗ് പെർഫോമൻസ് ആണുള്ളത്. സിയറ്റിൻ്റെ ടയേഴ്സ് ആണുള്ളത്. നമുക്ക് ഇനി എക്സോസ്റ്റിലേക്ക് വരാം. എക്സോസ്റ്റ് ഹിമാലയൻ്റെ എക്സോസ്റ്റ് തന്നെയാണ്. സാധാരണ ട്രഡീഷണൽ റോയൽ എൻഫീൽഡിൽ കാണുന്നൊരു സ്റ്റൈലല്ല ഇവിടെ ഉള്ളത്. പലർക്കും അത് താല്പര്യപ്പെട്ടേക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടേക്കണം എന്നില്ല. എന്നാൽ പോലും കുഴപ്പമില്ല, നല്ല സൗണ്ടാണുള്ളത്. നമുക്ക് ആ സൗണ്ടും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കേട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ സൗണ്ട് ഒന്ന് കേൾക്കാൻ പോവുകയാണ്. കേട്ട് നോക്കാം. ഹിമാലയൻ്റെ അതേ എക്സോസ്റ്റ് തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. സൗണ്ടും ഏകദേശം അതുപോലെ തന്നെയാണ്. കാറ്റലറ്റിക് കൺവെർട്ടർ ഇവിടെ താഴെയാണുള്ളത്. നല്ല നീണ്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇത് കളർ കുറച്ച് ഭാവിയിൽ മാറാനുള്ള ചാൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. നല്ല സൗണ്ടാണ്. റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു ലോങ് സ്ട്രോക്കുകൾ. പക്ഷേ ഇത് ലോങ് സ്ട്രോക്കിൻ്റെ സൗണ്ടല്ല, ഇതൊരു ഷോർട്ട് സ്ട്രോക്കിൻ്റെ സൗണ്ടാണ്. നല്ല സൗണ്ട് തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റോയൽ എൻഫീൽഡ് ആണോ ഇത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ സൗണ്ടിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ മാത്രമല്ല ബാക്കിലെ ബ്രേക്കൊക്കെ നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഫീലാണ്. കാരണം പിടിച്ചെടുത്ത് നിൽക്കുന്നു എന്നുള്ളൊരു ഫീൽ നമുക്കിവിടെ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ബാക്കിൽ കയറിയിരിക്കുന്ന ആൾക്കും അത്യാവശ്യം ഉയരത്തിൽ കയറിയിരിക്കേണ്ടതായി വരും. കാരണം നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ കയറിയിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം മുകളിലാണ് ഇവിടെ കയറിയിരിക്കുന്നത്. ഫീറ്റെല്ലാം കുറേ അപ്പറായിട്ടാണ്. പക്ഷേ ബാക്ക് നല്ല കംഫർട്ടാണ്. ബാക്കിൽ പിടിച്ചിരിക്കാൻ പറ്റും. എന്നാൽ പോലും ഒരു
കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് ബാക്കിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും ഈ ബൈക്കിൽ. കാരണം ബാക്കിൽ ഓൾമോസ്റ്റ് ഹിമാലയൻ്റെ ബാക്കിൻ്റെ അത്ര തന്നെ ഹൈറ്റിൽ ഇതായി പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ബാക്ക് വളരെ അനായാസമായി കയറി ഇരിക്കാൻ പറ്റുന്നുണ്ട് ഒരു യൂത്ത് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച്. വീണ്ടും നമുക്ക് ഇറങ്ങാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ ടയറിലേക്ക് വരാം. ഫ്രണ്ടിലെ ടയറിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ത്രെഡ് പാറ്റേൺ ആണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. ബാക്കിലെ ടയർ പോലെ തന്നെ ബ്ലോക്കി ആയിട്ടുള്ള ത്രെഡ് പാറ്റേൺ ആണ് ഉള്ളത്. ഇത് എന്തുകൊണ്ടാണ് ത്രെഡ് പാറ്റേൺ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്നറിയില്ല. കാരണം സാധാരണ ഒരു സ്പോർട്സർ ബൈക്കിന് ഇങ്ങനെ വരാറില്ല. പകരം വരാറുള്ളത് ഒരു സ്ക്രാം ബൈക്കിനോ അല്ലെങ്കിൽ ഓഫ് റോഡ് ബൈക്കിനോ ആണ്. കാരണം റോഡിന് പലപ്പോഴും ആംഗിൾ ചെയ്യുമ്പോൾ ഈ ത്രെഡ്സിന് ഗ്രിപ്പ് കിട്ടാറില്ല എന്നുള്ളതാണ് പൊതുവേ പറഞ്ഞു വരുന്ന ഒരു ഐതിഹ്യം. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ഓടിച്ചപ്പോൾ ഈ ബൈക്ക് തോന്നി നല്ല രീതിക്ക് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്, കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് സസ്പെൻഷനിലേക്ക് വരാം. ഇനി ഫ്രണ്ടിൽ സസ്പെൻഷൻ ഭാഗത്തേക്കും ഒക്കെ വരികയാണെങ്കിൽ ടെലസ്കോപ്പിക് ഫോക്സാണ് നൽകിയിരിക്കുന്നത്. 140 mm ആണ് ഇതിന് സൈസ് ഉള്ളത്. കുറച്ച് കുറവാണ് ഹിമാലയനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഒരു റോഡ്സ്റ്റർ മോഡലിന് ഇതൊക്കെ തന്നെ ധാരാളമാണെന്ന് പറയുന്നു. ബാക്കിലാവുമ്പോൾ മോണോഷോക്കാണ് വരുന്നത്. പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. മാത്രമല്ല ഇത് 150 ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് സസ്പെൻഷൻ ഉള്ള വാഹനമാണെങ്കിൽ പോലും വാഹനത്തിൻ്റെ സസ്പെൻഷൻ നമുക്ക് റോഡിൽ പോകുമ്പോൾ റോഡിൻ്റെ ഒരു ഫീൽ ചെയ്യും. ഓരോ കുഴികൾ നമുക്ക് ഫീൽ ചെയ്യും. കാരണം കുഴികൾ ഫീൽ ചെയ്യാനുള്ള രീതിക്ക് തന്നെയാണ് ഈ വാഹനം. കാരണം നല്ല സ്മൂത്തായിട്ടുള്ള റോഡുകൾ വളരെ ഗ്രിപ്പി ആയിട്ട് പോകേണ്ട രീതിക്കാണ് സ്പോർട്സർ അല്ലെങ്കിൽ റോഡ്സ്റ്റർ വാഹനങ്ങൾ ഉണ്ടാക്കാറുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ പോലും ഗ്രൗണ്ട് ക്ലിയറൻസ് 169 mm ആണുള്ളത്. 169 mm എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഹിമാലയനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണിത്. പക്ഷേ എന്നാൽ പോലും ഇവിടെ ഒരു ബാഷ് പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആണ്, എന്നാൽ പോലും എനി പ്രൊട്ടക്ഷൻ ഈസ് പ്രൊട്ടക്ഷൻ എന്നുള്ള മോഡൽ നമുക്ക് ചിന്തിച്ച് പോവുകയാണെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പിന്നെ സെൻറ്റർ സ്റ്റാൻഡ് നല്ല സ്റ്റാൻഡ് ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും സ്റ്റാൻഡ് ഇടാൻ ബുദ്ധിമുട്ട് വരുന്നില്ല. സൈഡ് സ്റ്റാൻഡ് നമുക്ക് നോക്കാം. സൈഡ് സ്റ്റാൻഡും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന സൈഡ് സ്റ്റാൻഡ്സ് ആണ് ഇതിനുള്ളത്. മാത്രമല്ല സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞ് വണ്ടി ഓൺ ആക്കിയിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവും. നമ്മളുടെ എഞ്ചിൻ കില്ലിന് ഓട്ടോമാറ്റിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ റോയൽ എൻഫീൽഡ് ഗൊറില്ല 450യുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ കോമ്പറ്റീഷനെ കുറിച്ച് നമുക്ക് പറയണം. കാരണം റോയൽ എൻഫീൽഡിൻ്റെ ഒരു വാഹനത്തിന് ഇതുവരെ മറ്റ് വാഹനങ്ങൾക്ക് കോമ്പറ്റീഷൻ കൊടുക്കാമെന്ന രീതിയിലേക്ക് വളരാൻ പലപ്പോഴും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കളി അങ്ങനെയല്ല. കാരണം ഷോർട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള ഈ ഷെർപ്പ എഞ്ചിൻ ഇനി കുറേയേറെ മോഡലുകളിലേക്ക് റോയൽ എൻഫീൽഡ് കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഒരു സ്ക്രാംബ്ലർ കൊണ്ടുവരുന്നുണ്ട് റോയൽ എൻഫീൽഡ് ഈ എഞ്ചിൻ വെച്ചുകൊണ്ട്. അത് മാത്രമല്ലാതെ തന്നെ ഇൻ്റർസെപ്റ്റർ 450 വരുന്നുണ്ട്, അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ GT 450 വരുന്നുണ്ട് എന്നുള്ള കേട്ടുകേൾവികളൊക്കെ ഉണ്ട്. പക്ഷേ എത്രത്തോളം അത് ഉണ്ടായിരിക്കുമെന്നറിയില്ല. കാരണം ഷോർട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള ഈ എഞ്ചിൻ വളരെ മികച്ചതാണെന്ന് നമുക്ക് ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. എത്രയാണ് ഇതിൻ്റെ ലോഞ്ചിവിറ്റി എത്രത്തോളം കാലം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. എങ്കിൽ പോലും വളരെ മികച്ച എഞ്ചിൻ തന്നെയാണ്. മാത്രമല്ല നേരെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നത് ട്രയംഫ് സ്പീഡ് 400 ആണ്. സ്പീഡ് 400ൻ്റെ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ അതിനേറെ കുറച്ചുകൂടി പവർ വരുന്നുണ്ട്. എന്നാൽ പോലും അതിൻ്റെ റൈഡിംഗ് ഒക്കെ ഇതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് സൈഡ് ടു സൈഡ് കമ്പാരിസൺ തന്നെ വേണ്ടി വരും അത് എത്രത്തോളം വ്യത്യസ്തമാണെന്ന് പറയാനായിട്ടാണെങ്കിൽ. കാരണം രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണെങ്കിൽ പോലും കുറേയേറെ മാറ്റങ്ങളുണ്ട് എന്ന് തന്നെ പറയുന്നു. രണ്ടിനും നമ്മൾ ബയസ് ചെയ്ത് പറയുന്നില്ല. രണ്ടിനും രണ്ട് ഫീലാണുള്ളത്. റോയൽ എൻഫീൽഡിൻ്റെ ഫീഡ്, ട്രയംഫിൻ്റെ ഫീലാണുള്ളത്. മാത്രമല്ല വേറെ ഇതിന് കോമ്പറ്റീഷനായി വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഇത് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ വെല്ലുവിളി ഉയർത്തിയേക്കാവുന്ന മറ്റ് വാഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഡ്യൂക്ക് 390 ആണ്. കാരണം ഡ്യൂക്ക് 390യുടെ അല്ലെങ്കിൽ RC 390യുടെ പവറിനോട് വളരെ സാമ്യമുണ്ട് ഇതിൻ്റെ പവറിന്. മാത്രമല്ല നല്ല സുഖമായിട്ട് എത്താൻ പറ്റുന്നുണ്ട്, നിമ്പിളാണ്. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ആ സർവീസിൻ്റെ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആളുകൾ ഇത് അതിന് മുകളിൽ പ്രിഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല പ്രൈസിങ് റേഞ്ചിലും വളരെയേറെ വ്യത്യസ്തമായ രീതിയിലാണ് റോയൽ എൻഫീൽഡ്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് പ്രൈസിങ് ഉള്ളത്. ട്രയംഫ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൈസിങ് കൂടുതലാണ് എങ്കിൽ പോലും ഓൺ റോഡ് പ്രൈസ് ഇതിന് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിന് 3,09,000 വരെയൊക്കെ വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞതിന് 2,09,90 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ വളരെ കോമ്പറ്റീറ്റീവായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൈസിങ് അല്ല. എന്നാൽ പോലും ഒരു പ്രീമിയം ബൈക്ക്, റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പ്രീമിയം ബൈക്കുകളിൽ ഒന്നാണിത്. കാരണം 650യുടെ എഞ്ചിനോ അല്ലെങ്കിൽ 350യുടെ എഞ്ചിനോ അല്ല ഇത്. ഇതൊരു വളരെ മോഡേൺ ആയിട്ടുള്ള എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫ്യൂച്ചറിലും ധാരാളം ആവശ്യക്കാർ വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഇത്. ഇനി മൈലേജിൻ്റെ കാര്യം കൂടി അവസാനമായിട്ടൊന്ന് പറയേണ്ടതുണ്ട്. 11 ലിറ്റർ ടാങ്കാണ് മുമ്പുള്ളതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൈലേജ് ഹൈവേയിൽ ഇതിന് 30 വരെയാണ് കിട്ടുന്നത്, അതായത് 30 വരെയാണ് കിട്ടുന്നത്. 25 സിറ്റിയിൽ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഓടിച്ചു നോക്കിയപ്പോൾ നല്ല രീതിക്ക് മൈലേജ് വളരെ കുഴപ്പമൊന്നുമില്ല. കാരണം മീറ്റർ താഴേക്ക് പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മൈലേജ് അത്യാവശ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ സൈസ് വെച്ച്. മാത്രമല്ല ഇതിന് വേറെ പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹീറ്റിംഗ് ആണ്.
ഹീറ്റിംഗ് ഉണ്ട്, എന്നാൽ പോലും ഹീറ്റിംഗ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമ്മൾ ഓടിച്ച് നോക്കിയിട്ടില്ല. നമ്മൾ 60 കിലോമീറ്റേഴ്സ് വരെ മാക്സിമം സ്പീഡ് എത്തിച്ചിട്ടുള്ളൂ. 60 കിലോമീറ്റേഴ്സൊക്കെ വളരെ വേഗത്തിലാണ് എത്തുന്നത്. അതിലേറെ വേഗത്തിൽ കുറേ പോകും എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷേ നമ്മളൊരു നോം കീപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏകദേശം റോയൽ എൻഫീൽഡ് ഗൊറില്ല 450യുടെ ഒരു പറയാനുള്ള കാര്യങ്ങൾ. ഇതിലും കൂടുതലായിട്ട് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഡീലർഷിപ്പ് പോയിട്ട് റൈഡ് നോക്കണം. പിന്നെ കളർ പാറ്റേൺസ് 6 കളേഴ്സാണ് വരുന്നത്. ഈ 6 കളേഴ്സും വളരെ വ്യത്യസ്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 കളർ എന്തായിട്ടും ഒരു ഇൻഡിവിജ്വൽ ബൈക്കിലുണ്ടാവും. ഇൻഡിവിജ്വൽ ബൈക്കിലാണ് 3 കളർ ഉണ്ടാകുന്നത്. കാരണം ഒരു ബ്ലാക്ക് എന്തായാലും ഉണ്ടാവും, അതിന് പുറമെ വേറെ 2 കളറുകൾ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രത്യേകതയുള്ള. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റോയൽ എൻഫീൽഡ് ഗൊറില്ല 450 മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 650യുടെ അത്ര വെയിറ്റും ഇല്ല, പവറും ഇല്ല. എന്നാൽ പവറുണ്ട്. 350യുടെ അത്ര ചെറുതല്ല, അത്യാവശ്യം പവറുണ്ട്. 411 പോലെയല്ല, അഡ്വഞ്ചറസ് അല്ല, ഒരു റോഡ്സ്റ്ററാണ്. വളരെ സുഖമായിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു വാഹനമാണ് എന്നുള്ള രീതിക്ക് നമുക്ക് ഈ വാഹനത്തിന് നല്ലൊരു റേറ്റിംഗ് തന്നെ കൊടുക്കാൻ പറ്റും. ഒരു 10ൽ നമുക്കൊരു 8 വരെ കൊടുക്കാൻ പറ്റും. വൈബ്രേഷൻസിൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ് അവിടെ ഒരു പ്രശ്നമുള്ളത്. കാരണം ഇതിന് വൈബ്രേഷൻസ് ഉണ്ട്. നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ കൈയൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വൈബ്രേഷൻസ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ആ വൈബ്രേഷൻസ് ഇല്ലാതെ അത് മൈൻഡ് ചെയ്യാതെ നമുക്കിത് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഭാവി എന്നുള്ളത് നമുക്ക് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സൈനിങ്.